സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പവർ ഡെലിവറി ഫീൽ ചെയ്യും. പിന്നെ ഫ്രണ്ടിൽ 41mm ടെലസ്കോപ്പിക് ഫോർക്സ് ആണ് വന്നിരിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു ബൈക്ക് ഇറക്കിയിരിക്കുന്നത്. ബൈക്കിന്റെ എടുത്ത് പറയേണ്ട കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നൊരു ബൈക്കാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ ഉള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബൈക്ക് കുറച്ച് ഫണ്ണായിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മാത്രമല്ല KTMന്റെ ബൈക്കുകളോടൊക്കെ പൊതുവെ കുറച്ച് ആരാധന ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ബൈക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്ക്, എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ തന്നെ കണ്ടല്ലോ, ഞാനിപ്പോൾ ഓടിക്കുന്ന ഒരു KTMന്റെ ബൈക്കല്ല, ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കാണിത്. ഒരു 450cc വരുന്ന ഒരു മെറ്റൽ മെഷീനാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ക്യാഷിൽ വന്ന് പുള്ള് ചെയ്ത് കാണിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ എന്നീ ബൈക്കുകളൊക്കെ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മെച്ചുവറായിട്ട് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അച്ചടക്കത്തോടെ ആ ഒരു സൗണ്ടൊക്കെ ഫീൽ ചെയ്ത് ശാന്തമായിട്ട് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് തൻ്റെ ബൈക്സൊക്കെ ഇറക്കുന്നതെന്നൊക്കെ. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ആ ഒരു ചിന്താഗതി തന്നെ മാറ്റുന്ന തരത്തിലുള്ള ബൈക്സുകളാണ് റോയൽ എൻഫീൽഡ് ഇറക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരിക്കലും ഈ ഒരു ബൈക്കിൻ്റെ പ്രോപ്പർ റൈഡ് റിവ്യൂ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോനെ കാണരുത്. ബൈക്കിൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷനും റൈഡ് ഫീലും ഇതിലൂടെ കിട്ടിയ എക്സ്പീരിയൻസൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മോട്ടോ നോയ്സ് മലയാളത്തിൻ്റെ പുതിയൊരു ബൈക്ക് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് ഗൊറില്ല. We already lost, addicted to the ride. Never meant to fall. All I wanted was a touch of artificial love. You just make it hot, 'cause we love you. We'll never be good enough, and even if it was, we'll just mess it up. Artificial love. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഒരു 200 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയിൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഗൊറില്ലയുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഐഫോൺ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ ഐഫോൺ ഷോട്ട്സ് ഈ ഒരു വീഡിയോയിൽ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. പുതിയ 450cc ഹിമാലയനെ ബേസാക്കി റോയൽ എൻഫീൽഡ് നിർമ്മിച്ചൊരു സ്ട്രീറ്റ് റോഡ് ബൈക്കാണ് ഗൊറില്ല 450. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഹിമാലയനിൽ കണ്ട ആ ഒരു റൗണ്ട് LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ് ഗൊറില്ലയ്ക്കും കമ്പനി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു സ്ലീക്ക് ഇൻഡിക്കേറ്റേഴ്സും അതിന് ഫ്ലാറ്റ് ഹാൻഡിൽ ബാർസൊക്കെ ബൈക്കിൻ്റെ മോഡേൺ റെട്രോ ഫീൽ നൽകുന്നുണ്ട്. ഒരു 4 ഇഞ്ച് റൗണ്ട് TFT ഡിസ്പ്ലേ ആണ് കമ്പനി ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബ്രൈറ്റ്നസും ക്ലാരിറ്റിയും ഈ ഒരു മീറ്ററിനുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് സ്ലിം ആൻഡ് ഷാർപ്പ് ലുക്കിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് ഷോർട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ബൈക്കിൻ്റെ ആ ഒരു സ്പോർട്ടി ഫീൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിറ്റി റൈഡ്സിനും ആ ഒരു അഗ്രസീവ് സ്റ്റാൻസിനും വേണ്ടിയിട്ട് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള വൈഡ് ഹാൻഡിൽ ബാർസാണ് കമ്പനി ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. കോമ്പാക്ട് ഡിസൈനുള്ള മിറേഴ്സാണ് ബൈക്കിനുള്ളത്. ഒരു സ്കൾപ്റ്റഡ് മസ്കുലർ ഡിസൈനിലുള്ള 11 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഫ്യൂൽ ടാങ്ക് സ്ലൈറ്റ്ലി ഫോർവേഡ് ലീൻ ഡിസൈനാണ്. ഒരു തിക്ക് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സിംഗിൾ പീസ് സീറ്റാണ് ബൈക്കിനുള്ളത്. ആ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ട്രെലിസ് ഫ്രെയിം തന്നെയാണ് ബൈക്കിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രധാന ആകർഷണം. ബൈക്കിൻ്റെ റിയർ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് ബ്രേക്ക് ലൈറ്റും വന്നിരിക്കുന്നത്. ഹിമാലയന് കമ്പനി കൊടുത്തിരുന്ന സെയിം എക്സോസ്റ്റ് തന്നെയാണ് ഗൊറില്ലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല അഗ്രസീവായിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ബൈക്കിനുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ബാസുള്ള സൗണ്ടാണ്. ഐഡിയലിൽ നിൽക്കുമ്പോൾ ഒരു ഡീപ്പ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ടോൺ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ള ഗ്രൗൾ സൗണ്ടാണ് ബൈക്കിനുള്ളത്. ഹിമാലയൻ 450 അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു ബൈക്കാണെങ്കിലും ഗൊറില്ലയെ കമ്പനി ഒരു പ്യുവർ സ്ട്രീറ്റ് ബൈക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 452cc ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൻ്റെ പവർ നൽകുന്നത്. ഇത് 39.47 bhp 8000 RPMലും 40 Nm ടോർക്ക് 5500 RPMലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ലൊരു ലോവർ ആൻഡ് മിഡ് റേഞ്ച് പഞ്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ബൈക്കിലുള്ളത്. ഏകദേശം 100-നും 120-നിടയ്ക്ക് നമുക്ക് പീസ്ഫുള്ളായിട്ട് ഒരു ബൈക്കിൽ ക്രൂസ് ചെയ്യാനും കഴിയും. അപ്പുറത്ത് റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ റോഡ് കുറച്ച് കൺജസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ
സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയൊരു കാര്യം ഇതിൻ്റെ സെക്കൻഡ് ഗിയറിലെ പവർ ഡെലിവറിയാണ്. റോയൽ എൻഫീൽഡ് എന്തോ കരുതി കൂട്ടിയാണ് ഈ ഒരു ബൈക്ക് സെറ്റ് ചെയ്തത്. എങ്ങനെ കാരണം വെച്ചാൽ ഓടിക്കണവരുടെ ഒരു കിക്ക് ഉണ്ടാവണം എന്നുള്ള സെറ്റപ്പിലാണ് ഈ ഒരു ബൈക്കിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുന്നത്. ഈ തൻ്റെ പെർഫോമൻസ് റൈഡർക്ക് കാഴ്ചവെക്കണം എന്നിങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു ബൈക്കിൻ്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തയ്യാറെടുപ്പ് മാത്രമാണ്. സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പവർ ഡെലിവറി ഫീൽ ചെയ്യും. നമ്മൾ ആ ഒരു KTM ബൈക്സിലൊക്കെ ഫീൽ ചെയ്ത ആ ഒരു കിക്ക് അതറിയണമെങ്കിൽ ഈ ഒരു ബൈക്ക് ഓടിച്ച് തന്നെ നോക്കണം. നമ്മൾ ഹണ്ടറിലൊക്കെ കണ്ട രീതിക്ക് അത്യാവശ്യം ടൈറ്ററായിട്ടൊരു ക്ലച്ച് ഫീലാണ് ഈ ഒരു ബൈക്കിനുള്ളത്. ഷോബയുടെ സസ്പെൻഷൻസാണ് കമ്പനി ഈ ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 41 mm ടെലസ്കോപ്പിക് ഫോർക്സാണ് വന്നിരിക്കുന്നത്. പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ലിങ്കേജ് ടൈപ്പ് മോണോഷോക്കാണ് ബാക്കിൽ വരുന്നത്. സസ്പെൻഷൻ പൊടിക്ക് ഹാർഡറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈവേ ക്രൂസിങ്ങിനൊക്കെ ഒരു നല്ല ബൈക്കാണിത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയും. അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ബൈക്കാണിത്. ഏകദേശം 185 കിലോ ആണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാരം വരുന്നത്. 750 mm ആണ് ഈ ഒരു ബൈക്കിലെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ആവറേജ് ഹൈറ്റുള്ള ഏതൊരു വ്യക്തിക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സീറ്റ് ഹൈറ്റാണിത്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു ബൈക്ക് ഇറക്കിയിരിക്കുന്നത്? ഫസ്റ്റ്, ബിഗ് ബൈക്ക് ബയേഴ്സിന്. അഗ്രസീവ് ഡിസൈനും ബോൾഡ് ഫ്യൂൽ ടാങ്കും സ്പോർട്ടി എക്സോസ് നോട്ടും സ്റ്റൈലും പെർഫോമൻസും എന്നിവയെല്ലാം ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി. ആ ഒരു റൈഡിങ് പ്ലഷർ മനസ്സിലാക്കി ഡെയിലി കമ്മ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആയുള്ള ഏരിയാസിലും അതുപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ നിഷ്പ്രയാസം നമുക്ക് ഈ ഒരു ബൈക്കിന് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. വീക്കെൻഡ് ടൂറിങ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു ഹൈവേ ക്രൂസിങ്ങിനും അതുപോലെ തന്നെ ഷോർട്ട് ടൂറിങ്ങിനൊക്കെ പെർഫെക്റ്റ് ബാലൻസ് ആണ് ഈ ഒരു ബൈക്ക്. ഹാർഡ് കോർ ഓഫ് റോഡ് ബൈക്സ് ഇഷ്ടപ്പെടാത്തവർക്ക് ഗൊറില്ല 450 എന്നതൊരു സ്ട്രീറ്റ് ഫോക്കസ്ഡ് ബൈക്കാണ്. ബൈക്കിൻ്റെ എടുത്ത് പറയേണ്ട കുറച്ച് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ഹിമാലയൻ 450 നമ്മൾ കണ്ട തരത്തിലുള്ള എല്ലാ യൂണിറ്റ്സാണ് ഈ ഒരു ബൈക്കിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഗുഡ് ലുക്കിംഗ് ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ ബാഡ് സൈഡ് എന്താണെന്ന് വെച്ചാൽ യാതൊരു വിസിബിലിറ്റി കുറവാണ്. നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ബൈക്കിന് ഫ്യൂൽ ഗേജ് ഗ്ലിച്ചുള്ളതായിട്ട് അതിൻ്റെ കുറച്ച് യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറ്റപ്പെടുത്തി പറയേണ്ട തരത്തിലുള്ള വൈബ്രേഷനൊന്നും എനിക്കൊരു ബൈക്കിൽ ഫീൽ ചെയ്തില്ല. 4500 RPM എത്തുമ്പോഴത്തേക്കും ചെറിയ വൈബ്രേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാനില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരാണെങ്കിലും ഹൃദയടുപ്പും അതുപോലെ നാടിയെടുപ്പൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ജീവനെ കാണിക്കുന്നതാണ് ഇതിൻ്റെ വൈബ്രേഷൻ. ഈ ഇടിപ്പ് മാറി പെടപ്പാവാത്ത പക്ഷം ഞാനിൽ 100% ഓക്കെയാണ്. 2000 RPM താഴെ പോകുമ്പോൾ വണ്ടി കുറച്ച് ജെർക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി അധികം സ്മൂത്ത് അല്ലാത്തൊരു ഫീലിംഗ്. ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് അല്ലാതെ ഒരു ബിഗിനറിന് ഒരിക്കലും ഞാൻ ഈ ഒരു ബൈക്ക് സജസ്റ്റ് ചെയ്യില്ല. ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ ഒരു ബൈക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാത്രം ബൈക്ക് വാങ്ങിക്കുക. ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ ഒരാളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ പോയി ബൈക്ക് വാങ്ങിക്കാതിരിക്കാം. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഒരു വണ്ടി, അതിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒന്നിലേറെ ബൈക്കുകൾ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പകരം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന വേറെ യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് ചെയ്യും. അവരിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈക്ക് അനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ എക്സ്പീരിയൻസും കൂടി ചേർന്നിട്ടൊരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗൊറില്ലയുടെ വീഡിയോ ചെയ്തു. നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് ഓൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഗൊറില്ല എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പറയാം. കമൻറ്റ് ബോക്സ് ചെക്കൗട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിലൂടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ. 3,10,000-നും 3,28,000-നും ഇടയ്ക്കായിട്ടാണ് കൊച്ചിയിൽ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 6 കളർ ഓപ്ഷനിൽ ബൈക്ക് ഇപ്പോൾ മാർക്കെല്ലാം അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആ ഒരു സിൽവർ ടച്ച് വരുന്ന ആ ഒരു കളറും അതുപോലെ തന്നെ ബ്ലൂവും വൈറ്റും വരുന്ന ഒരു കളറാണ് എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട കളറുകൾ. ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ടെസ്റ്റ് ഡ്രൈവ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ പെരുമ്പാവൂർ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണ്. വണ്ടി വാങ്ങുന്നതിനെക്കുറിച്ചോ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ അവിടെ ചേട്ടൻ്റെ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം. കോൺടാക്ട് ചെയ്യുക. അഖിൽ എന്നാണ് ചേട്ടൻ്റെ പേര്. വണ്ടി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി അവൈലബിൾ ആണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വണ്ടിയുടെ എന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൊറില്ലയുടെ വിശേഷങ്ങളിലൂടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 100 വട്ടം വീഡിയോസിനും ചാനലിനും ഇടയ്ക്ക് നമ്മുടെ ഒരു ചാനൽ മിസ് ഔട്ട് ആകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് ഏക ആശ്വാസം എന്ന് വെച്ചാൽ അത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു.